ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. SCERT സീരീസിന്റെ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്നത്തെ ഭാഗത്തിലൂടെ പരിചയപ്പെടുന്നത് അടിസ്ഥാന ശാസ്ത്രം ഭാഗമാണ്. ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് അടിസ്ഥാന ശാസ്ത്രം ഭാഗത്ത് 2 പാഠപുസ്തകങ്ങളുണ്ട്. 6ാം ക്ലാസ്സിൽ 2 പാഠപുസ്തകങ്ങൾ കാണാം. അതിൽ ഭാഗം 1 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സായിട്ട് എടുത്ത് പരിശോധിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ PSC ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും മനസ്സിലാക്കി വെച്ച് കൃത്യമായിട്ട് ഇനി എങ്ങനെയൊക്കെ പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാവോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് പോവുക. അപ്പം കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സിലെ കണ്ടന്റുകൾ എടുത്തെടുത്ത് നമുക്ക് പരിശോധിക്കാം. അതിൽ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കൃത്യമായിട്ട് നമ്മുടെ ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, വിറ്റാമിൻസ്, അതേപോലെ തന്നെ പല പോഷക ഘടകങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത്. നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ആഹാരം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലാക്കി വെക്കുക? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുക എന്നതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇതിന് ആരോഗ്യം നൽകുക എന്നതിന് ഉപരിയായിട്ട് നമ്മുടെ വളർച്ചയ്ക്ക്, അതേപോലെ തന്നെ രോഗങ്ങളെ ചെറുക്കുക എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്തരം ഘടകങ്ങളെയാണ് നമ്മൾ പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആഹാരത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ ഉൾപ്പെടുത്താറുള്ള ആ പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ. പോഷകഘടകങ്ങൾക്ക് എക്സാമ്പിളാണ് ഏതൊക്കെ? കാർബോഹൈഡ്രേറ്റുകൾ. പിന്നെ അടുത്തായിട്ട് പ്രോട്ടീനുകൾ, അടുത്തായിട്ട് കൊഴുപ്പ്, ഫാറ്റുകൾ ഉണ്ടാവും അല്ലെ, വിറ്റാമിൻസ് ഉണ്ടാവും, ധാതുക്കൾ ഉണ്ടാവും. ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലെ പോഷക ഘടകങ്ങൾ. കിട്ടിയല്ലോ? എന്തൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, കൊഴുപ്പ്, വിറ്റാമിൻ, ധാതുക്കൾ. ആ രീതിയിലുള്ള ഘടകങ്ങളാണ് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തുണ്ടാവും? ജലം ഉണ്ടാവും അല്ലെ. അതൊരു പോഷക ഘടകം അല്ലെങ്കിലും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായിട്ടാണ് ഏതുള്ളത്? ജലമുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ എന്തുണ്ടാവാറുണ്ട്? നാരുകളും ഉണ്ടാവാറുണ്ട് അല്ലെ, ഫൈബേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഗുണം എന്തൊക്കെയാണ്, ഓരോ പോഷക ഘടകങ്ങളുടെ ഗുണം എന്തൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പം ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇത്രയും ഘടകങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ കഴിക്കുന്ന ഇത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളുടെ അളവ് എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കഴിക്കുന്ന സമയം എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ വൈവിധ്യം, ഗുണമേന്മ, ഇവയൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത്രത്തോളം പോഷക ഘടകമായിട്ടുള്ള അല്ലെങ്കിൽ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന രീതിയിലായിട്ട് മാറണം. ഓക്കെ, അതൊക്കെയാണ് കുട്ടികളോട് ഈ ചാപ്റ്ററിൽ ആദ്യ ഭാഗത്തിൽ പറയുന്നത്. നെക്സ്റ്റ് അടുത്തായിട്ട് എന്താ പറയുന്നത് നോക്കാം. ഇതാ ആദ്യമായിട്ട് കാർബോഹൈഡ്രേറ്റ് എന്താന്ന് പറയുന്നു. അതായത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമാണല്ലേ, ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം ഊർജ്ജം ആവശ്യമാണ്. അത് പ്രദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ നൽകുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് എന്ത് കിട്ടുന്നു? ഊർജ്ജം കിട്ടുന്നതെന്ന് മനസ്സിലാക്കി വെക്കാം. എവിടുന്നാണ് ഈ ഊർജ്ജം കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതിൻ്റെ രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. കാർബോഹൈഡ്രേറ്റ് വിവിധ രൂപങ്ങൾ കാണപ്പെടാറുണ്ട്. അന്നജ രൂപത്തിൽ കാണപ്പെടാം, പഞ്ചസാര രൂപത്തിൽ കാണപ്പെടാം, ഗ്ലൂക്കോസ് രീതി കാണപ്പെടാം, സെല്ലുലോസ് രീതി കാണപ്പെടാം, നാരുകൾ രീതിയിലും കാണപ്പെടാം. അപ്പോൾ ഏതൊക്കെ രീതിയാ? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ. ആ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ സാധാരണയായിട്ട് ധാന്യങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ കഴിക്കാറുണ്ട്. നെല്ലും ഗോതമ്പും അതേപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റിന്റെ രൂപമാണ് അന്നജം. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ? കിഴങ്ങ് വർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാർബോഹൈഡ്രേറ്റ് അതേതാണ്? അന്നജമാണ്. കാര്യം കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന്റെ വേണ്ട പ്രധാനപ്പെട്ട ഒരു പോഷക ഘടകമാണ് പ്രോട്ടീൻ. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായി പ്രോട്ടീൻ്റെ ആവശ്യം?
ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായുള്ള പ്രധാനപ്പെട്ട ഘടകമാണ് ഏത്? പ്രോട്ടീൻ. അതായത് നമ്മുടെ പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഇനി ഇവയുടെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ അത്തരം ഘടകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന കുറച്ച് രോഗങ്ങളുടെ പേരൊന്ന് മനസ്സിലാക്കി വെക്കുക. സ്ഥിരമായിട്ട് PSC ആവർത്തിക്കുന്ന കാര്യമാണ്. ഒന്ന്, ക്വാഷിയോർക്കർ. എന്താണ്? ക്വാഷിയോർക്കർ. നെക്സ്റ്റ് മരാസ്മസ് ചോദിക്കാറുണ്ട്. ക്വാഷിയോർക്കറും മരാസ്മസും ഏതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീന്റെ കുറവ് മൂലമാണ്. കാര്യം കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് എന്ന് പറയുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഏത്? കൊഴുപ്പെന്ന് മനസ്സിലാക്കി വെക്കാം. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഊർജം കൊടുക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഈ 3 ഘടകങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ കിട്ടുക ഏതെന്നാന്ന് മനസ്സിലാക്കി വെച്ചോളണം. കൊഴുപ്പെന്നാണ് ഏറ്റവും കൂടുതൽ ഊർജം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് കൊളസ്ട്രോൾ എന്നുള്ള സംഭവം. ഓക്കെ, അതായത് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? അത് കൊളസ്ട്രോൾ രൂപത്തിലേക്ക് മാറാൻ കാരണമാകും. അല്ലെ, കൊഴുപ്പിന്റെ ഒരു രൂപമാണ് ഏതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. കൊളസ്ട്രോൾ എന്ന രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട്, അതായത് കൊളസ്ട്രോൾ അധികമായി കഴിഞ്ഞാൽ ഇത് ഹൃദ്രോഗം, അതേപോലെ തന്നെ പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകും. അപ്പോൾ കൊളസ്ട്രോൾ അധികമായാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാ? പക്ഷാഘാതവും അതേപോലെ തന്നെ ഹൃദ്രോഗം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവും. എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അടുത്തായിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു പോഷക ഘടകമാണല്ലോ വിറ്റാമിൻ. അതിൽ വിറ്റാമിൻ്റെ ഏതൊക്കെയാണ് വിറ്റാമിനുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ഈ ടേബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതായത് വിറ്റാമിന് ABCDEK ഇങ്ങനെ പ്രധാനപ്പെട്ട വിറ്റാമിനുകൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. കുട്ടികളായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വിറ്റാമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. നമ്മുടെ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടി സഹായിക്കുന്ന വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ A എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ A സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് വേണ്ടി സഹായിക്കുന്നു. വിറ്റാമിൻ B ആണെങ്കിലോ നമ്മുടെ തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക്. അപ്പോൾ തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയ്ക്ക് സഹായിക്കുന്ന ഏതാ? വിറ്റാമിൻ B ആണ്. വിറ്റാമിൻ A ആയിട്ട് ബന്ധപ്പെട്ടോ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യമാണ് പറഞ്ഞത്. വിറ്റാമിൻ C നോക്കി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ പ്രതിരോധ ശേഷിക്കും സഹായിക്കുന്ന വിറ്റാമിനാണ് ഏത്? C എന്ന് പറയുന്നത്. നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ഐഡിയ ഉണ്ടാക്കി പോവുകയാണ്. ജസ്റ്റ് വിറ്റാമിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി പോകുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്കുള്ള പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇതിൻ്റെ ഐഡിയ ഒക്കെ ഞാൻ ഉണ്ടാക്കി തരുന്നത്. ആ രീതിയിൽ ഐഡിയ ആക്കി മാറ്റിക്കോളൂ ഇപ്പോൾ. ഇനി വിറ്റാമിൻ D എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി സഹായിക്കുന്നതാണ് ഇത് വിറ്റാമിൻ D എന്ന് പറയുന്നത്. വിറ്റാമിൻ C പോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് ഏത് സഹായിക്കുന്നുണ്ട്? D സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കിയേ വിറ്റാമിൻ Eയുടെ കാര്യം. വിറ്റാമിൻ Eയുടെ കാര്യത്തിൽ മനസ്സിലാക്കി വെക്കുക. നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ E ആണ്. അതേപോലെ തന്നെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നില്ലേ? കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത് K കട്ട എന്ന രീതി കണക്ട് ചെയ്തുകൊള്ളാം. E എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് എവിടെ പറഞ്ഞേക്കുന്നത്? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. D എന്തിനാ? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. ഒന്നും കൂടെ ഉണ്ടല്ലോ രോഗപ്രതിരോധ ശേഷിക്ക്. അതായത് പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും എന്ന രീതിയിൽ C ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ ഓരോ വിറ്റാമിന്റെയും പ്രാധാന്യം എന്താന്നുള്ളതാണ് പറഞ്ഞു പോയിരിക്കുന്നത്. മനസ്സിലായല്ലോ. അടുത്ത കാര്യം വിറ്റാമിൻ Dയും B കോംപ്ലക്സും. ബിയിൽ തന്നെ കുറെ വിറ്റാമിൻസ് പിന്നെയും പഠിക്കാണ്ട് നമുക്ക് അതിലെ കൂടി കൂട്ടിയിട്ട് B കോംപ്ലക്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ ഡിയുടെ കാര്യം ആദ്യം നോക്കിക്കോ. നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിന് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ D. സൂര്യപ്രകാശത്തിൽ ലഭിക്കുന്ന വിറ്റാമിൻ D. അതേപോലെ തന്നെ
ചെറിയ അളവിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാരണമായിട്ടുള്ള വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി ആട്ടോ. ഇമ്പോർട്ടൻസ് കൊടുക്കണേ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതേപോലെ രോഗപ്രതിരോധശേഷിക്കും ഇത് കാരണം വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനാണ് ഇത് സഹായിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിലെ എല്ലുകൾ ദുർബലമാകുകയോ മൃദുവായിട്ടോ മാറുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് കണ. കണ എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന എല്ലുകൾ ദുർബലമാവുന്നതോ മൃദുവാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത്? കണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? റിക്കറ്റ്സ് എന്ന് മനസ്സിലാക്കി വെക്കുക. റിക്കറ്റ്സ്, കണ, അതാണ് വിറ്റാമിൻ ഡി എന്നുള്ള കാര്യം കണക്ട് ചെയ്തോളണം. നെക്സ്റ്റ് വിറ്റാമിൻ ഡി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞുങ്ങളെയൊക്കെ വെയിൽ കൊള്ളിക്കാറൊക്കെ ഉണ്ടല്ല, ആ രീതിയിലാണ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിന് സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം കൂട്ടേണ്ട മറ്റൊരു വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ ബി കോംപ്ലക്സ്. 8 തരത്തിലുള്ള വിറ്റാമിനുള്ള കൂട്ടമാണിതെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് വിറ്റാമിന് ബിയിൽ 8 തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിനാണിത് പറയുന്നത് ബി കോംപ്ലക്സ് എന്ന് നമ്മൾ പറയുന്നത്. അവിടെ മനസ്സിലാക്കി വെക്കണം, ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നു. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ഏതാവശ്യമാണ്? ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. വിറ്റാമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ടതും വിറ്റാമിൻ ബി കോംപ്ലക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ടു പോയത്. സിമ്പിൾ കാര്യങ്ങളല്ലേ? നെക്സ്റ്റ് അടുത്തായിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതായത് ഓരോ വിറ്റാമിനുകളും നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അവിടെ വിറ്റാമിൻ എ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് മത്സ്യം, കാരറ്റ്, 2 എണ്ണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മത്സ്യവും കാരറ്റും ആണ് അത് കിട്ടുന്ന 2 ഭക്ഷ്യപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ. ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെച്ചോളണം, മത്തങ്ങ, ക്യാരറ്റ്, ചീര, പപ്പായ, മാങ്ങ, ഇതിൻ്റെ അകത്തുനിന്നെല്ലാം ഏത് കിട്ടുന്നുണ്ട്? വിറ്റാമിൻ എ കിട്ടുന്നുണ്ട്. നമ്മൾ ആ ടേബിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ഫില്ലാക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ ഈ ടേബിളാണ് നമ്മളൊന്ന് ഫില്ലാക്കി മാറ്റിയിട്ടുള്ളത്. ഇതാ ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വിറ്റാമിൻ എയുടെ കാര്യം മനസ്സിലായല്ലോ. ഏതൊക്കെയാ? മത്തങ്ങ, ക്യാരറ്റ്, ചീര, പപ്പായ, മാങ്ങ, ഇതൊക്കെയാണ് വിറ്റാമിൻ എയുടെ ലഭിക്കുന്ന ഭക്ഷണ സ്രോതസ്സുകൾ. ഓക്കെ. നെക്സ്റ്റ് വിറ്റാമിൻ ബി നോക്കിയേ. വിറ്റാമിൻ ബി കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെയിനായിട്ട് ചെയ്യേണ്ടത് മുട്ട കഴിക്കണം. അതേപോലെ തന്നെ ചീരയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ധാന്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്, പയർവർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്, മാംസങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. മെയിനായിട്ട് 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. മുട്ട, മാംസം, ഇവയിൽ നിന്ന് കിട്ടുന്നതാണ് ഏത്? വിറ്റാമിൻ ബി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് പാഠപുസ്തകത്തിൽ മട്ടയരി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മട്ടയരി എന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബി കോംപ്ലക്സ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്ത കാര്യം വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ് നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്, തക്കാളി, കപ്പലങ്ങ. ഓക്കെ. അപ്പോൾ അത്രയും സംഭവങ്ങളിൽ നിന്ന് വിറ്റാമിൻ സി കിട്ടുന്നുണ്ട്. മെയിനായിട്ടും പുളിയുള്ള സംഭവങ്ങളില്ല. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്, തക്കാളിയൊക്കെ കുറച്ച് പുളിയുള്ള സംഭവങ്ങളല്ലേ, ആ രീതിയിലൊന്ന് കണക്ട് ചെയ്താൽ മതി. ആ പുളിയുള്ള സംഭവങ്ങളിൽ നിന്നാണ് ഡി കിട്ടുന്നത്. പക്ഷെ വിറ്റാമിൻ ഡി നോക്കിയേ. വിറ്റാമിൻ ഡി കിട്ടുന്നത് മത്തങ്ങയിൽ നിന്ന് കിട്ടുന്നുണ്ട്, മുട്ടയിൽ നിന്ന് കിട്ടുന്നുണ്ട്, മീനിൽ നിന്ന് കിട്ടുന്നുണ്ട്, പാലിൽ നിന്ന് കിട്ടുന്നുണ്ട്, സൂര്യപ്രകാശം. അപ്പോൾ പാലിൽ നിന്നും മീനിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കിട്ടിക്കൊള്ളണം. ഓക്കെ. അതായത് ഒരു ഭക്ഷണ പദാർത്ഥം തന്നെ ഒന്നിൽ കൂടുതൽ വിറ്റാമിൻസും നൽകുന്നുണ്ട്. വിറ്റാമിൻ ഇ കിട്ടുന്നത് എവിടെ നിന്നാന്ന് നോക്കിയേ? നിലക്കടല, ബദാം, വിത്തുകൾ, വെജിറ്റബിൾ ഓയിൽ, അതേപോലെ തന്നെ ഗോതമ്പ്, പ്രധാനപ്പെട്ട ആ ചെറിയ ചെറിയ വിത്തുകൾ ഉണ്ടല്ലോ, ആ രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഏത് കിട്ടുന്നത്? വിറ്റാമിൻ ഇ കിട്ടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾസ് കിട്ടിയോ? നിലക്കടല, ബദാം, വിത്തുകളൊക്കെ നിന്നൊക്കെ കിട്ടുന്നത്. നെക്സ്റ്റ് കാബേജ് നോക്കിയേ. കാബേജ്, കാബേജ് കിട്ടുമല്ലോ. വിറ്റാമിൻ കെ കാബേജ് എന്ന് കിട്ടുന്നു. കോളിഫ്ലവർ, ബ്രോക്കോളി, പച്ചക്കറി, എല്ലാം കാ എന്നുള്ള ലെറ്റർ ഒന്ന് കണക്ട് ചെയ്ത് പോയിക്കൊള്ളേ. കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, ബ്രോക്കോളി, പച്ചക്കറി,
അതേപോലെ തന്നെ ചീരയിൽ നിന്ന് നമുക്ക് ഏത് കിട്ടുന്നുണ്ട്? വിറ്റാമിൻ കെ കിട്ടുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുക? കെ എന്ന് പറയുമ്പോൾ ആ ക എന്നുള്ള ലെറ്റർ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കുക. ആ രീതി കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, പച്ചക്കറി എന്നൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, കിട്ടുമല്ലോ. ഈ രീതിയിലാണ് നമ്മുടെ ഭക്ഷണ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിറ്റാമിനുകൾ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താണ്? ജസ്റ്റ് ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്താണ്. ആ ടേബിൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രീതി കാണാൻ പറ്റും. ഇങ്ങനെയാണ് ടേബിൾ ഉണ്ടായിരുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഘടകങ്ങളൊക്കെ ആ ഭാഗത്തു നിന്നൊക്കെ ഭക്ഷണ സ്രോതസ്സിൽ നിന്നൊക്കെ ഇത്രയും വിറ്റാമിനുകൾ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് എപ്പോഴും PSC ചോദിക്കുന്ന കാര്യം, അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ട് ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്തുകൊള്ളാം. അടയ്ക്കൊക്കെ വെള്ളത്തിലിട്ട്, അടയ്ക്കൊക്കെ നല്ല കൊഴുപ്പായിരിക്കും അല്ലേ? അടയ്ക്കൊക്കെ ചീഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് കണ്ടിട്ടില്ലേ? അപ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കുക? അടക്ക് എന്ന രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. അടക്ക എന്ന രീതിയിൽ നമുക്ക് കണക്ട് ചെയ്താൽ മതി. അടക്ക, ADEK, അടക്ക. ആ അടയ്ക്കൊക്കെ നല്ല കൊഴുപ്പാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കുക? കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ADEK. അപ്പം ബാക്കിയുള്ളതൊക്കെ എന്താ? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. Bയും C ആണ് വെള്ളത്തിൽ ലയിക്കുന്നത്. അടയ്ക്കയാണ് എന്ത് ചെയ്യുന്നത്? കൊഴുപ്പിൽ ലയിക്കുന്നത്. ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് വിറ്റാമിനുകളുടെ മെയിനായിട്ടുള്ള പ്രത്യേകത മനസ്സിലാക്കി വെക്കാം. കൊഴുപ്പിൻ്റെ അഭാവത്താൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. കിട്ടിയല്ലോ? കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ എന്ത് ചെയ്യില്ല? ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ വിറ്റാമിനുകൾ? ADEK എന്നുള്ള വിറ്റാമിനുകൾ. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ആ രീതിയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് മനസ്സിലായല്ലോ. കൊഴുപ്പ് നമ്മുടെ ഭക്ഷണത്തിൽ വേണം, എന്നാൽ മാത്രമാണ് അത്തരത്തിലുള്ള വിറ്റാമിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിന് എഫക്റ്റ് ചെയ്യുള്ളൂ. കാര്യം മനസ്സിലായല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ ധാതുക്കളും പ്രധാനപ്പെട്ട ഒരു പോഷക ഘടകമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ധാതുക്കളിൽ ഇരുമ്പ്, അതായത് അയേണ്, കാൽസ്യം, അയഡിൻ, ഇതൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നോക്കാം. ഓക്കെ, അതിൽ നമ്മുടെ ഇരുമ്പിൻ്റെ സ്വാധീനത്തിലാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ഇരുമ്പ്, അല്ലെങ്കിൽ അയൺ എന്തിനു സഹായിക്കുന്നു? ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ കാൽസ്യം നമ്മുടെ പല്ല്, അതേപോലെ തന്നെ അത് രക്തം കട്ട പിടിക്കുക, ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആരാ? കാൽസ്യമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ടുപിടിക്കുന്നതിനും ആര് വേണം? കാൽസ്യം വേണം അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത അയഡിൻ നോക്കിക്കുക നിങ്ങൾ. മെയിനായിട്ട് അവിടെ കിട്ടേണ്ട കാര്യം തൈറോയ്ഡ് ഗ്രന്ഥിയുണ്ട് അല്ലേ? ആ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് അയഡിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് നോക്കിയോ നിങ്ങൾ. അതായത് ഇത്രയും ധാതുക്കൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഇരുമ്പൊക്കെ വേണമെങ്കിൽ കൂടുതലായിട്ട് ഇലക്കറിയും ശർക്കരയും മത്സ്യവും കരളും ഇതിൻ്റെ അകത്ത് നിന്നൊക്കെ കിട്ടുക. ഓക്കെ, ആ രീതിയിൽ നിന്നൊക്കെയാണ് എന്ത് കിട്ടുക? അയേണ് കിട്ടുക എന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഇരുമ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇല കഴിക്കണം, ഇലക്കറി കഴിക്കണം, ശർക്കര കഴിക്കണം, മത്സ്യം കഴിക്കണം. അതേപോലെ തന്നെ കരളിലും സംഭരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള കരളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലും പല്ലും ഒക്കെ നല്ല ശക്തിയുള്ളതായിട്ട് മാറാൻ വേണ്ടിയിട്ട് മുട്ടയും പാലും ഇലക്കറിയും മത്സ്യവും ഒക്കെ കഴിക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് അയഡിൻ കിട്ടാൻ വേണ്ടിയിട്ട്, അയഡിൻ എന്ന് പറയുമ്പോൾ ഉപ്പ് എന്നുള്ള ഘടകം കിട്ടൂല്ലേ? അവിടെ എന്ത് കിട്ടിയാൽ മതി നിങ്ങൾക്ക്? കടലിൽ നല്ല ഉപ്പായിരിക്കില്ല, ആ രീതി കണ്ടു ചെയ്താൽ മതി. കടൽ വിഭവങ്ങളിലൂടെയാണ് എന്ത് കിട്ടുക? അയഡിൻ കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഈ രീതിയിലാണ് പ്രധാനപ്പെട്ട ധാതുക്കളായിട്ട് ബന്ധപ്പെട്ട് അത് എവിടെ നിന്നൊക്കെ കിട്ടുന്നു, ഏതൊക്കെ ആഹാരം നിന്ന് കിട്ടുന്നു, അതിൻ്റെ ഓരോന്നിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ ആണോ? അടുത്ത കാര്യം ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുണ്ട് അല്ലെ? ആ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവിൻ്റെ പേരാണെന്ത്? ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്ന വർണ്ണവസ്തു ഏതാ? ഹീമോഗ്ലോബിനാണ്. അങ്ങനെയാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്താ? അത് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്താ? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. പിന്നെ അടുത്തായിട്ട് മറ്റൊരു കാര്യം, രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങൾ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിനാണ്. അങ്ങനെ ഒരു ധർമ്മം കൂടിയുണ്ട്. എന്താ ചെയ്യുന്നത്? രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ കൊണ്ടുപോകണം, അതേപോലെ തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യണം? കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണം. അതിന് ഹീമോഗ്ലോബിൻ സഹായിക്കുന്നുണ്ട്. പിന്നെ
രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം അല്ലെങ്കിൽ അവസ്ഥ? ഉത്തരം അനീമിയ. അനീമിയ. ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? അനീമിയ. അപ്പോൾ എന്തൊക്കെ കിട്ടി ഇവിടെ? അപ്പോൾ ഒരു വർണ്ണവസ്തുവാണ്. എവിടെ കാണപ്പെടുന്നു? അത് ചുവന്ന രക്തമാണ് കാണപ്പെടുന്നു. നെക്സ്റ്റ് അടുത്തായിട്ട് ചുവപ്പ് നിറം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനും ഒക്കെ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ കുറഞ്ഞാലുള്ള രോഗമാണ് ഏത്? അനീമിയ എന്നുള്ള കാര്യം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഈ ഭാഗത്തിലൂടെ കണക്ട് ചെയ്യാൻ പറ്റുമോ? അടുത്ത കാര്യം, ഈ വിറ്റാമിനും അതുമായിട്ട് ബന്ധപ്പെട്ട അപര്യാപ്ത രോഗങ്ങളൊന്ന് പരിശോധിക്കാം. നമുക്ക് പ്രധാനപ്പെട്ട ABCD എന്നുള്ള വിറ്റാമിനുകൾ നോക്കാം. അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. എയുടെ കുറവ് മൂലം നിശാന്തത ഉണ്ടാവുന്നു കേട്ടോ. നിശാന്തത. ഓക്കെ, എന്താ നിശാന്തത എന്ന് അങ്ങോട്ട് പരിചയപ്പെടാം, അതവിടെ നിൽക്കട്ടെ. വിറ്റാമിൻ B എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഗ്ലോസിറ്റിസ്. ഗ്ലോസിറ്റിസ് എന്ന് പറയുന്ന രോഗം ഇതാണ്. നാവ് വീർക്കലും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്ലോസിറ്റിസ്. വിറ്റാമിൻ B എന്നുള്ള രോഗമാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണത്. അതല്ലെങ്കിൽ മറ്റൊരു രോഗം കൂടി മനസ്സിലാക്കി വെക്കുക, വായ്പുണ്ണും ഉണ്ടാകുന്നത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ സി നോക്കിയേ നിങ്ങൾ. വിറ്റാമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും PSC ആവർത്തിക്കുന്നതാണ്. സീസ് കർവി അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റൂലേ? മോണയിലെ രക്തസ്രാവം എന്നത് സ്കർവിയുടെ മറ്റൊരു രീതി പറയുന്നതാണ്. മോണയിലെ രക്തസ്രാവം അങ്ങനെയാണെങ്കിൽ അതിന് കാരണം എന്താ? ആ വിറ്റാമിൻ സി ആണ്. അതിനാണ് നെല്ലിക്കൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് നമ്മൾ. ഓക്കെ, ഇതേപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ കാര്യം, ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയുണ്ടാവുന്ന എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് അപര്യാപ്തത രോഗങ്ങൾ. അപര്യാപ്തത രോഗങ്ങൾ. നെക്സ്റ്റ് അടുത്തായിട്ട് വിറ്റാമിൻ എയുടെ കുറവ് മൂലം നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളണം. നിശാന്തത. പിന്നെ ബെറിബറി എന്നുള്ള രോഗം B1 കുറവ് മൂലം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പഠിക്കാനുള്ള കേട്ടോ. സീസ് കറവിയാണ്. ഡി ആണെങ്കിൽ റിക്കറ്റ്സ് ആണ്. അയണിൻ്റെ കുറവ് മൂലമാണെങ്കിൽ അനീമിയാണ്. അനീമിയ ഉണ്ടാകുന്നത് അയണിൻ്റെ കുറവ് മൂലമാണ്. അയഡിൻ്റെ കുറവ് മൂലമാണെങ്കിൽ ഗോയിറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളണേ. ഇതൊക്കെ സ്ഥിരമായിട്ട് PSC ആവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഞാനിവിടെ ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ, അയണിൻ്റെ കുറവ് മൂലം അനീമിയ, വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സ്, വിറ്റാമിൻ സിയുടെ കുറവ് മൂലം സ്കർവി, വിറ്റാമിൻ B1 കുറവ് മൂലം ബെറിബറി, വിറ്റാമിൻ എയുടെ കുറവ് മൂലം നൈറ്റ് ബ്ലൈൻഡ്നെസ്. കിട്ടിയോ? നെക്സ്റ്റ്, എന്താ നിശാന്തത നോക്കിയേ നിങ്ങൾ. അതായത് ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. ഓക്കെ, ആ രീതിയിൽ മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം? നിശാന്തത എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. ഓക്കെ, പക്ഷെ കുറച്ചൊന്ന് ലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തീരെ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ധാതുക്കളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി. അയണിൻ്റെ കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത് കേട്ടോ. അയണിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ ഉണ്ടാകുന്നു. കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ഓസ്റ്റിയോപെറോസിസ് അല്ലെങ്കിൽ പൊറോസിസ് എന്ന രോഗം ഉണ്ടാകുന്നത്. ഏതിൻ്റെ ഭാഗമായിട്ടാണ്? കാൽസ്യത്തിൻ്റെ കുറവ് മൂലമാണ്. ഇങ്ങനെയുള്ള അപര്യാപ്ത രോഗങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാറുണ്ട്, PSC ആവർത്തിക്കാറുള്ള കാര്യമാണ്. അതൊന്ന് കണക്ട് ചെയ്തുകൊള്ളാം. കിട്ടിയല്ലോ? നെക്സ്റ്റ് അടുത്ത മനസ്സിലാക്കി വെക്കാനുള്ള കാര്യം ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യമാണ് അടുത്തായിട്ട് പറയുന്നത്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയോപൊറോസിസ്. അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന രീതി പറയാം. എന്താ പറയുന്നത്? അസ്ഥിക്ഷയം എന്ന രീതി പറയാം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് എന്ത് കാരണമാകുന്നുണ്ട്? ഓസ്റ്റിയോപൊറോസിസ് കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? ഓസ്റ്റിയോപൊറോസിൻ്റെ കാരണം ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, പിന്നെ ഗോയിറ്റർ നോക്കിയേ. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ കഴിക്കുന്ന അയഡിൻ്റെ കുറവ്, അയഡിൻ്റെ അഭാവം മൂലമാണ് ഏതുണ്ടാവുക? ഗോയിറ്റർ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാവുമല്ലോ. ആ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്ന് വിളിക്കുന്നത്.
സിമ്പിൾ ഗോയിറ്ററിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? തൊണ്ടമുഴ എന്ന് പറയുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് എന്താവശ്യമാണ്? നമ്മുടെ അയഡിൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ആ രോഗം ഉണ്ടാവാൻ കാരണം. ക്ലിയർ ആണോ? നെക്സ്റ്റ്, നാരുകൾ പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഘടകമാണല്ലോ. അതായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ. അപ്പോൾ നാരുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ലുലോസ് ആണ്. അത് എവിടെ നിന്നാണ് കിട്ടുക? സസ്യാഹാരത്തിലൂടെയാണ് ലഭിക്കുക. അതേപോലെ തന്നെ ശരീരത്തിന് ദഹിപ്പിക്കാൻ അതിനെ പറ്റില്ല. നാരുകൾ എന്തല്ല? പോഷക ഘടകമല്ല. ഇത്രയും നേരം നമ്മൾ പറഞ്ഞൊക്കെ പോഷക ഘടകങ്ങൾ എന്ന രീതിയിൽ ഉൾപ്പെടുത്തായിരുന്നു. ഇതൊന്നൊക്കെ എന്തല്ല? പോഷക ഘടകങ്ങളല്ല. എന്നാലും ദഹനം, വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് അതെന്ത് തന്നെയാണ്? നാരുകളാണ്. ഓക്കെ, ആ രീതിയിൽ വിസർജനമൊക്കെ കുറയുന്ന സമയത്ത് നമ്മളോട് കൂടുതലായിട്ട് നാരുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയും അല്ലേ? ഡോക്ടർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കുക? തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയെല്ലാം ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ. കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. നെക്സ്റ്റ്, സമീകൃതാഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിൻ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ഭക്ഷണക്രമം നാം ശീലിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിന് പറയുന്ന പേരാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഭക്ഷണക്രമമാണ് എന്ത്? സമീകൃതാഹാരം. എന്താ സമീകൃതാഹാരം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ രീതിയിൽ സമീകൃതാഹാരം എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇത്രയും ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മളെ ഊർജ്ജമൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ കലോറി എന്ന രീതിയിലാണ് കണക്കാക്കാറുള്ളത്. അതിൻ്റെ യൂണിറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? കലോറിയാണ് അല്ലേ? അപ്പോൾ ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് അതേതാ? കലോറിയാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ് അല്ലേ? രക്തചംക്രമണം നടത്തണം, അതേപോലെ തന്നെ ശ്വസനം നടത്തണം. ഇതിനൊക്കെ എന്ത് വേണം? ഊർജം വേണം. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ഓക്കെ, ശാരീരിക അധ്വാനമുള്ള ഒരു വ്യക്തിക്ക് എത്ര വേണം? 1900 മുതൽ 2400 വരെ വേണം എന്ന രീതിയിലൊക്കെയാണ് ഈ ഭാഗത്ത് പറയുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഊർജ്ജത്തിൻ്റെ അളവൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാഠപുസ്തകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 1900 മുതൽ 2400 വരെ ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് ആവശ്യമുണ്ട്. പിന്നെ അടുത്തായിട്ട് സ്ത്രീക്കാണെങ്കിൽ, ഒരു പുരുഷന്റെ കാര്യമാണ് ആദ്യം തന്നെ പറഞ്ഞത്, ഒരു സ്ത്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ത്രീക്കാണെങ്കിൽ 1600 മുതൽ 2000 കലോറി വരെ വേണം എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ ഒരു മുതിർന്ന കുട്ടിയാണെങ്കിൽ ആ മുതിർന്ന കുട്ടിക്ക് 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ഇങ്ങനെയാണ് 3 കാര്യങ്ങൾ ഈ ഭാഗത്ത് പറയുന്നത്. പുരുഷന് 1900 മുതൽ 2400 വരെ, അടുത്തായിട്ട് സ്ത്രീക്കാണെങ്കിൽ 1600 മുതൽ 2000 വരെ, പിന്നെ കുട്ടികൾക്കാണെങ്കിൽ മുതിർന്ന കുട്ടിക്കാണെങ്കിൽ 1200 മുതൽ 1400 വരെ. സിമ്പിൾ കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെട്ടു പോകാനുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഭാഗങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സിലും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് നിന്ന് പഠിച്ചു വെച്ചോളാം. നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.